മനോജ് ബ്രദറിന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ദൈവം ധന്യമായിട്ട് അനുഗ്രഹിക്കേണ്ടതിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പറയുന്ന പോലെ സിസ്റ്റർ ആശ നമ്മുടെ കൂടെ ഇല്ല, ഗൾഫിലാണ്. എന്നാൽ മനോജ് ബ്രദറിന് 2 മക്കളുണ്ട്. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വെഡിങ് ആനിവേഴ്സറി ഒരു സവിശേഷത, 13 വർഷം കംപ്ലീറ്റ് ആവുന്നു. 13 വർഷം ദൈവം നടത്തിയതിന്റെ വിശ്വസ്തതയെ ഓർത്ത് ചെറിയൊരു ഹെൽപ്പ്, അത്യാവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് 2 പേര് ഓടി വന്നു. നമ്മുടെ ചർച്ചിലെ 2 കുടുംബത്തിലെ കുടുംബനാഥന്മാർ ആക്സിഡന്റിൽപ്പെട്ട് ചില മാസങ്ങളോളം അവരുടെ നന്മ മുടങ്ങി പ്രതിസന്ധിയിലാണ്. എന്നാൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, 2 പേരും 1 രൂപയും നമ്മോട് ചോദിച്ചിട്ടില്ല. നമ്മുടെ ചർച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്നതും അതാണ്, ആരോടും കടം ചോദിക്കാതെ ദൈവത്തോട് പറയും, ദൈവം നമുക്ക് വഴിയുള്ളൊരു. ഞാനതോട് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവർക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല, 2 പേരും 2 കുടുംബവും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 2 പേരും സാധാരണ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ വരുമാനമില്ല, അത് മുടങ്ങുമ്പോൾ വളരെ പ്രയാസമാണ്. അപ്പോൾ പിന്നെ എന്റെ മനസ്സിൽ നമ്മുടെ മല്ലിക സിസ്റ്ററാണ്. അവർ ഇത്രയും ദൂരത്ത് വരാൻ പറ്റാത്തത് കൊണ്ട് അടുത്തൊരു സഭയിൽ പോകുന്നു. അപ്പോൾ അവർക്കും ചെറിയൊരു ഷെയർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവർ കൈമാറിയ 13,000 ഈ 3 കുടുംബങ്ങൾക്കായി കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന് നമ്മുടെ മേഴ്സി ആന്റിയുടെ ഭവനമാണ്. മേളിൽ നിന്ന് വീണു, കൈ ഒടിഞ്ഞു. അദ്ദേഹം ഓട്ടോ പഠിക്കുന്നതായിരുന്നു. ഇപ്പോൾ 2 മാസത്തിലധികമായി ബെഡ് റെസ്റ്റിലാണ്, ഹീലിംഗ് ആയി വരുന്നു. മറ്റൊന്ന് കഴിഞ്ഞ ആഴ്ച വന്ന നമ്മുടെ ഷീല സിസ്റ്ററിന്റെ ഹസ്ബൻഡ്, അദ്ദേഹം അവർ 3 പേരും സിക്ക് ആയതുകൊണ്ട്, പനി ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ആഴ്ച ഒന്നിൽ ഞാൻ അവിടെ വീട്ടിൽ പോയി കൈമാറുകയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ കൊടുക്കുകയോ ചെയ്യാം. അതുപോലെ നല്ല എക്സസിന് കൈമാറാം. അപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ സന്മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ വെഡിങ് ആനിവേഴ്സറി പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് ആഘോഷിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാന്നാൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവനാമത്തിന് വേണ്ടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിതച്ചിരിക്കുന്ന ഈ നന്മയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരുടെ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പായി മേഴ്സി ആന്റിക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങളെ കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ഒരു രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് കേട്ടത് എത്ര വാസ്തവമാണ്. ശ്രേഷ്ഠമായത് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. മനോഹരനായി പ്രാർത്ഥിക്കാം. ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ദൈവം ആ ബിസിനസിനെ അനുഗ്രഹിക്കട്ടെ, ദൈവം വർദ്ധിപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വർധനവ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശ്രേഷ്ഠമായത് ഈ കുടുംബത്തെ നോക്കി ഞങ്ങൾ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. വഴിയിൽ തങ്ങാതെ നിന്റെ മക്കൾക്ക് വേണ്ടി കരുതിയത് ഇന്നും പകലത് തുറന്നു വരുവാൻ എന്നോടൊപ്പം സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ തടസ്സപ്പെട്ട് കിടക്കുന്നത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. യഹോവ, ഞാൻ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക ഉയർച്ച ഇവർക്ക് ഉണ്ടാകട്ടെ. ആമേൻ. ആത്മീക ഉയർച്ച ഇവർക്ക് ഉണ്ടാകട്ടെ. ഭൗമികമായി, ശാരീരികമായി, ആത്മീകമായി ഈ കുടുംബം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് നല്ലൊരു മകനായി, ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പിതാവായി, സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരനായി പിതാവ് ഈ ദേശത്തിൽ വീണ്ടും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവനായിരിക്കുന്ന ദേശത്ത് ദൈവം അനുഗ്രഹിക്കും. കൃപയ്ക്കുള്ളിൽ ദൈവം പൊതിയും. ജോലിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അകത്തു വരുന്നതും പുറത്തു പോകുന്നതും ഒന്നുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ, അവൻ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇരുവർക്കും ദാനമായി ദൈവം നൽകിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ജോഷയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ തലത്തിൽ സാക്ഷിക്കുവാൻ പ്രിയമകനായി തീരുവാൻ ദൈവം വഴിയൊരുക്കുന്നതിനാണ് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വർഷം ഈ കുഞ്ഞിന്റെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യേണ്ടതിന് സഭയായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. സകല മഹത്വം എടുക്കും. പുതിയ ദാമ്പത്യ വർഷം ഏറ്റവും അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ദേശത്തിൽ അവർ വർദ്ധിച്ചു വരുവാൻ, ആമേൻ, ഒരു നന്മയ്ക്കും മുടക്കം വരാതവണ്ണം അവരുടെ ദാമ്പത്യം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ വേഗത്തിൽ അവരെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് അവൻ ദൈവം ആഗ്രഹിക്കുന്ന രാജ്യത്തിൽ അവരെ ഉറപ്പിക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വിശേഷമായ ഗോതമ്പ് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയും പ്രൊവിഷനും അവരുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടെടുക്കുന്ന ഓരോ സ്റ്റെപ്പും അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.